കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ ഭൂരിഭാഗം ജില്ലകളിലും എൽഡിഎഫിനായിരുന്നു മേൽക്കൈ. ഇത്തവണ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരണ വിഷയം. ബിജെപി എസ്എൻഡിപി കൂട്ടുകെട്ടിന് യാതൊരു ചലനവും ഉണ്ടാക്കാനാവില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നവംബർ 2-നും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 5-നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2010-ലെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ എൽഡിഎഫ് വൻ മുന്നേറ്റം നടത്തിയപ്പോൾ മലപ്പുറവും വയനാടും മാത്രമാണ് യുഡിഎഫിനെ തുണച്ചത്. കണ്ണൂരിൽ 81 പഞ്ചായത്തുകളിൽ 54 എണ്ണവും ഭരിക്കുന്നത് എൽഡിഎഫ് ആണ്. 6 നഗരസഭകളിൽ 5-ഉം 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10-ഉം എൽഡിഎഫിന്റെ കയ്യിലാണ്. രൂപീകരണ കാലം മുതൽ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും എൽഡിഎഫ് തന്നെ. യുഡിഎഫിന്റെ കുത്തകയായ കണ്ണൂർ നഗരസഭ ഇത്തവണ കോർപ്പറേഷനായി മാറി. എൽഡിഎഫിന്റെ വൻ മുന്നേറ്റത്തിനിടയിലും കോർപ്പറേഷൻ ഭരിക്കാനാകുമെന്ന പ്രതീക്ഷ യുഡിഎഫ് നേതൃത്വത്തിനുണ്ട്. 4 മുനിസിപ്പാലിറ്റികൾ ഇത്തവണ പുതുതായി രൂപീകരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും എൽഡിഎഫ് ആണ് ഭരിക്കുന്നത്. ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൽഡിഎഫിനാണ് മേൽക്കൈ. വടകര, കൊയിലാണ്ടി നഗരസഭകളും എൽഡിഎഫിന്റെ കയ്യിലാണ്. 39 ഗ്രാമപഞ്ചായത്തുകൾ യുഡിഎഫും 36 എൽഡിഎഫും ഭരിക്കുന്നു. 5 നഗരസഭകൾ ഇത്തവണ പുതുതായി രൂപീകരിച്ചു. മലപ്പുറം ജില്ലയിൽ യുഡിഎഫിന് വലിയ ഭൂരിപക്ഷമാണുള്ളത്. ജില്ലാ പഞ്ചായത്തും ഭൂരിഭാഗം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും യുഡിഎഫ് ആണ് ഭരിക്കുന്നത്. വയനാട്ടിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ആണ് മുന്നേറ്റം നടത്തിയത്. ജില്ലാ പഞ്ചായത്തും കൽപ്പറ്റ നഗരസഭയും 4 ബ്ലോക്ക് പഞ്ചായത്തുകളും യുഡിഎഫ് നേടി. ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും യുഡിഎഫിന്റെ കയ്യിലാണ്. പാലക്കാടാകട്ടെ ഭൂരിഭാഗം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും എൽഡിഎഫിന്റെ കയ്യിലാണ്. ജില്ലാ പഞ്ചായത്തും മൃഗീയ ഭൂരിപക്ഷത്തോടെ എൽഡിഎഫ് ഭരിക്കുന്നു. ഇത്തവണ 3 നഗരസഭകൾ പുതുതായി രൂപീകരിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ വലിയ മുന്നേറ്റം നടത്താമെന്ന പ്രതീക്ഷയുമായി ബിജെപിയും സജീവമായി രംഗത്തുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും ഭൂരിഭാഗം ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും എൽഡിഎഫിനൊപ്പമാണ്. 16 ഗ്രാമപഞ്ചായത്തുകളിൽ എൽഡിഎഫും 19 എണ്ണത്തിൽ യുഡിഎഫും ഭരിക്കുമ്പോൾ 3 ഇടങ്ങളിൽ ബിജെപിയുടെ കയ്യിലാണ് ഭരണം. മലബാറിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പൊതുവിൽ ഇടതിന് അനുകൂലമാണെന്നാണ് വിലയിരുത്തൽ. യുഡിഎഫ് സർക്കാരിന്റെ അഴിമതി തന്നെയാകും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. മലപ്പുറത്തും കോഴിക്കോട്ടും യുഡിഎഫിലെ തർക്കങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കും. എന്നാൽ ബിജെപി എസ്എൻഡിപി കൂട്ടുകെട്ടിന് വലിയ സ്ഥാനമില്ലാത്ത മേഖലയായിരിക്കും മലബാർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പി വി കുട്ടൻ, കോഴിക്കോട്.